അതെ, ഈ വീഡിയോ കാണുമ്പോൾ ചിലരെങ്കിലും ഓർക്കും ഈ വീഡിയോ ഈ സീസണിൽ വരേണ്ടതല്ലല്ലോ എന്ന്. സംഭവം ശരിയാട്ടോ, ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഏകദേശം ഒരു 2 മാസത്തിന് മേലെയായേ. വെറും മടി, അതുകൊണ്ട് മാത്രം ഇടാതിരുന്ന കേട്ടോ. പിന്നെ ആലോചിച്ചപ്പോൾ ഓർത്ത് മേ ബി നെക്സ്റ്റ് സമ്മറിലേക്ക് ആർക്കെങ്കിലും ഒരു പ്രചോദനം ആയാലോ എന്ന് വെച്ചിട്ട് എന്നാൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വെച്ചിട്ടോ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് വിളവെടുത്തതിൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിളവെടുപ്പോടെ ഞങ്ങൾക്ക് മനസ്സിലായി UK ഏറ്റവും നന്നായിട്ടുണ്ടാകുന്ന പച്ചക്കറി ഉരുളക്കിഴങ്ങ് തന്നെയാണ് കേട്ടോ. നമ്മൾ ശരിക്കും അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് പൊട്ടറ്റോ നട്ടിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിച്ചത് എന്തെങ്കിലുമൊക്കെ മുളച്ച് പോയെങ്കിൽ അതൊക്കെ മുറിച്ച 4 പീസൊക്കെ ആയിട്ടാണ് ആൽബിച്ചൻ അത് നട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അല്ലാണ്ട് ഡെഡിക്കേറ്റ് ആയിട്ട് പൊട്ടറ്റോ വേണം എന്ന രീതിയിൽ അങ്ങനെ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും നട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. ഞങ്ങൾ ഇത്രയും കിഴങ്ങ് ഇതിലുണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മൾ ഈ ഗാർഡൻ ബണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പൊട്ടറ്റോ ഇട്ടിട്ട് ഒരു കുറച്ച് മാസം ആയപ്പോഴത്തേക്കും തന്നെ പൊട്ടറ്റോ ഭയങ്കരമായിട്ട് എല്ലായിടത്തേക്ക് സ്പ്രെഡായിരുന്നു. ബാക്കി പച്ചക്കറിനൊക്കെ ഞെക്കി കളഞ്ഞായിരുന്നു കേട്ടോ. അത് ഇപ്പം ഏകദേശം എൻ്റെ വിളവെടുപ്പ് നടത്തിയപ്പോൾ മനസ്സിലായി സംഭവം എന്തോരം അതിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ പല ടൈപ്പുള്ള പൊട്ടറ്റോസ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഓരോ കടയിൽ നിന്ന് ഓരോ ടൈപ്പ് പൊട്ടറ്റോ മേടിക്കും. ഏതൊക്കെ മുളച്ചു പോയാൽ അതൊക്കെ നമ്മൾ ഗാർഡൻ ബെഡിൽ കൊണ്ടിടുമായിരുന്നേ. ഒരു കണക്കിന് പറഞ്ഞാൽ ഈ പൊട്ടറ്റോ തടുന്നത് നല്ല ലാഭം കേട്ടോ. കാരണം നമുക്ക് പ്രത്യേകിച്ച് അതിന് കെയർ ഒന്നും ചെയ്യണ്ട, അത് തന്നെ എങ്ങനെ ഉണ്ടായിക്കോളും. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് വളമിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അല്ലാണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും കിഴങ്ങ് അതിൽ നിന്ന് കിട്ടിയത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, പൊട്ടറ്റോ കുറേ നാൾ ഇരിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് കുറേ അധികം നാൾ നമുക്ക് ബാക്കി പച്ചക്കറികളെ അപേക്ഷിച്ച് ഇത് യൂസ് ചെയ്യാൻ കൂടെ ചെയ്യാം കേട്ടോ. നമ്മൾ ശരിക്കും നവംബറിലാട്ടോ ഇതിൻ്റെ വിളവെടുപ്പ് നടത്തിയത്. ഇപ്പോഴും നമ്മൾ ഈ പൊട്ടറ്റോയിൽ ചിലതൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഓൾറെഡി തണുപ്പ് സീസൺ തുടങ്ങിയോണ്ട് നമ്മൾ ഇതിനെ പൊട്ടറ്റോനെ വീടിനകത്ത് തന്നെ വെക്കാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിനെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ വീടിനകത്തേക്ക് കൊണ്ടുപോയത് കേട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ നമുക്ക് കിട്ടിയ എമൗണ്ട്. എന്തൊരു സാധനം കിട്ടി എന്നുള്ളത് ഇതിനകത്ത് കാണാം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പൊട്ടറ്റോ ഉണ്ടായിരുന്നേ. നമ്മൾ അതിന് സൈസ് അനുസരിച്ച് ബേബി പൊട്ടറ്റോയും മുഴുത്ത പൊട്ടറ്റോയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടാട്ടോ സൂക്ഷിച്ച് വെച്ചിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇയർ ആരെങ്കിലും പൊട്ടറ്റോ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നട്ടോ കേട്ടോ. നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും.